സ്പെഷ്യൽ അലേർട്ട് പട്ടി ഷോ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. അത്രയും പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ഡേ 56 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. സത്യം പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ എന്തൊരു തണുപ്പാന്ന് അറിയാമോ. ഞാൻ രാവിലെ അലാം അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് ചിന്തിക്കും, എണീക്കണോ വേണോ, സ്കൂൾ വിടണോ, പഠിത്തമൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ഹോം സ്കൂളിംഗ് ചെയ്താൽ പോരേന്ന് വരെ ഞാൻ ചിന്തിക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഇതിനേക്കാളും വലിയ തലവേദന ആവുമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ആ ചിന്തയൊക്കെ ഉപേക്ഷിച്ച് നമ്മളുടെ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നു ജിമ്മിലേക്ക്. ഇന്ന് നമുക്ക് കാർഡ് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി ഇങ്ങനെ ഹാപ്പി ആവും. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പി അവർ തന്നെയാണ് ജിമ്മ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോർണിംഗിൽ ജിമ്മിൽ പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ രാവിലെ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ബാക്കിയുള്ള ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എനർജി അവിടെ നിന്ന് കിട്ടണം മാതിരി എനിക്ക് തോന്നാറുണ്ട്. ഫുള്ളി എനർജറ്റിക്, ഹാപ്പി ആൻഡ് റെഡി ഫോർ ദ ഡേ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്കൊരു നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് 75 ഡേയ്സ് ഹാർഡ് സ്റ്റാർട്ട് ചെയ്യണേ മുന്നേ തന്നെ 5 ദിവസം വിത്തൗട്ട് എനി ഫീൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. സോ നല്ലൊരു വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞ ശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഞാൻ ഇന്നൊരു സാധനം കാണിച്ചു തരാവേ. ജാനുവരിയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ മോൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്ന ഒരു ടംബ്ലറാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോയത്. എൻ്റെ പഴയത് കേടായിപ്പോയി, അപ്പോൾ എനിക്ക് പുതിയതവ വാങ്ങിച്ചു തന്നു. എന്തൊരു ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. അവിടെ കൂടി ഇരുന്നതിന് ശേഷം പോയിട്ട് മേലൊക്കെ നന്നായിട്ട് കഴിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ദോശയും സാമ്പാറും പിന്നെ ചട്നിപ്പൊടിയും ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ 2 മുട്ടയും കൂടി കഴിച്ചു. ഇത് നമുക്ക് മൊത്തത്തിൽ പാക്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനും കിരണും കൂടി ഇന്ന് മൂവിക്ക് പോകാൻ കേട്ടോ. പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയ നമ്മളൊരു പ്ലാനായിരുന്നു, സഡൻ മൂവി പ്ലാൻ ഫോർ സർവം മായ. സോ അതിനുവേണ്ടി റെഡിയായി. സോ എനിക്ക് ഇന്നത്തെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 2 മാത്രമാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ VR മോളിലേക്ക് പോയി. അവിടെ നമ്മൾ മൂവിക്ക് 11:14 മൂവിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ആൻ അമേസിംഗ് മൂവി. കുറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് H&Mലേക്കാണ്. അവിടെ നിന്ന് ഞാൻ H&M ബ്യൂട്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. ആൻഡ് അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് കേട്ടോ ട്രൈ നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഞാൻ കഴിച്ചത് റുമാലി റോട്ടി, ചിക്കൻ കീമ ആൻഡ് ഗ്രിൽഡ് ചിക്കൻ ആണ്. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. എന്നിട്ടൊരു ചായ കുടിച്ചു. എന്നിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. തേഴ്സ്ഡേ ഈവനിങ്സ് നമുക്ക് അമ്പലം വിസിറ്റ് ആണല്ലോ. സോ അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്താണ് ഫുഡ് കഴിച്ചത്. നമ്മളൊരു ചിക്കൻ ഷവർമ കഴിച്ചു പ്രോട്ടീനിന് വേണ്ടിയിട്ട്. പ്രോട്ടീൻ തികയാത്ത മാതിരി ഒരു തോന്നൽ. പക്ഷേ എൻ്റെ ചിക്കൻ ഷവർമ അത്ര ടേസ്റ്റ് ആണെന്നല്ല, ഒരു എരിവും പുളിയും മുളകൊന്നും ഇല്ലാത്ത മാതിരി തോന്നി. അവിടെ നിന്ന് നമ്മളൊരു ജ്യൂസും കൂടി കഴിച്ചായിരുന്നു കേട്ടോ. ഇത് ഷുഗർ ഇല്ലാത്ത പൈനാപ്പിൾ ജ്യൂസാണ്. വന്നിട്ടാണ് നടക്കാൻ വേണ്ടി പോയത്. എക്സ്ട്രീം തണുപ്പ് കാരണം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. കൈയൊക്കെ വേദന എടുക്കായിരുന്നു. എന്നാലും ഐ കംപ്ലീറ്റഡ് മൈ സ്റ്റെപ്സ് ആൻഡ് ഐ ഡിഡ് ജേർണലിംഗ്. സോ ഐ കംപ്ലീറ്റഡ് നമ്മുടെ ഇന്നത്തെ ദിവസം. ആൻഡ് ദിസ് ഇസ് ദ പട്ടി ഷോ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പട്ടി ഷോ വിൽ ഡു നോ ഹാം, റൈറ്റ്?